അപ്പൊ ഇന്നത്തെ നോമ്പ് നോമ്പ് തുറക്കാനുള്ളത് മന്തി ആട്ടോ. മന്തി തുറന്നു കഴിഞ്ഞിട്ടുള്ളൊരു ഫുഡ്. ഇന്ന് പത്തിരി പുട്ട് എല്ലാം തിന്ന് നമ്മൾ മടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് സെറീന മന്തി ഉണ്ടാക്കുന്നുണ്ട്. ഭൂരി ഉണ്ട്, മന്തി ഉണ്ട്. ഇതാക്കുന്ന മന്തി ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താക്കുന്ന ലാസ്റ്റ് പീസ് കുറവാണല്ലോ. അടിയിലുണ്ട്, അടിയിൽ പീസ് ഉണ്ട്. പീസില്ല പ്രശ്നം. ഇത് വെഹിക്കലുള്ള അലിയാനാട്ടോ. പീസ് കണ്ടാൽ അയാൾ വന്ന് വെഹിക്കിൽ പോവാ. ഇതെന്താ കരിക്കട്ടെ? ഇതെന്താ ആപ്പി പറഞ്ഞാതിരി. ഇതാണ് സംഭവാനി യുഗ. അപ്പൊ ഒരു 10 മിനിറ്റ് നമ്മളത് ആവിയിലിടും. ആവിയിലല്ല, പുകയത്തിടും. പുക കഴിഞ്ഞിട്ട് നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളത് പുറത്തെടുക്കുന്നതായിരിക്കും. നമ്മള് മന്തി മാത്രല്ല, നമ്മൾ ഭൂരിയും ചുടുന്നുണ്ട്. ഭൂരിക്ക് എന്താ കറി എന്താ? നല്ല കോമ്പിനേഷനാ. നല്ല കോമ്പിനേഷനായിരിക്കും. ഗതാമേ സൗണ്ട് ഉണ്ടാക്കല്ലേ. പൂരി റെഡിയായി. അങ്ങനെ ഭൂരി റെഡി ആയിട്ടുണ്ട്. അളിയാ എന്താ സംഭവം? ഇത് എണ്ണയെ പൊരിച്ചതാ, മറ്റേത് ആവിയിൽ വേവിച്ചതാ. അപ്പൊ ആവിയിൽ വേവിച്ച് തിന്നാത്ത ഒരാളുണ്ട് ഇവിടെ. അതാണ് ഈ ഫാമിലി ഏരിയ താമസിക്കുമ്പോ അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. നമ്മളിപ്പോ പിന്നെ ഗൾഫിലൊക്കെ ബാച്ചിലർ റൂമാണെ മാണെ തിന്നോന്ന് അറിയും. പക്ഷെ ഇവിടെ അത് പറ്റൂല. ഒരു മരുവനുണ്ട് ഇവിടെ. മരുവനാണെങ്കിൽ എണ്ണയെ പൊരിച്ചതായി തിന്നു. ആവി വേവിച്ച ഒരു സാധനം നൂൽപ്പിട്ട് കഴിക്കൂല, ഇത് കഴിക്കൂല, പത്തിരി കത്തി കഴിക്കൂല, ഇഡ്ഡലി കഴിക്കൂ. എന്താ ആവിയിലല്ലേ? കഴിക്കൂ. പുകയിലായിരിക്കുന്നു. അല്ല, ഞാനൊരു സംശയം ചോദിക്കട്ടെ നമ്മോട്. ആവിയിലിടുന്നു നിങ്ങൾ തിന്നൂലെന്ന് പറയുന്നുണ്ട്, നൂൽപ്പിട്ടാത്. അപ്പൊ ഈ ഇഡ്ഡലി ആവിയിലല്ലേ? അതൊന്ന് പറഞ്ഞേരി. അതെന്താ ഇഡ്ഡലി ആയി തിന്നുന്നത്? അതിന്റെ സംഭവം എന്താ പറഞ്ഞേ? ഇയാൾക്കും വേണ്ടിയിട്ടാണ് ഇപ്പൊ ആ സാധനം ഉണ്ടാക്കിയത്. വൃത്തിയായിട്ട കാക്ക യൂട്യൂബ് ചാനൽ കൊടുക്കാം. ഇയാടാ മോനെ. ഇപ്പോൾ ഇവിടെ മന്തിയുടെ എല്ലാ സെറ്റപ്പും കഴിഞ്ഞിട്ടുണ്ട്. ഇനി തിന്നോ. മന്തി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കോയിടുന്നുണ്ട്. ടേസ്റ്റ് എങ്ങനെ ഉണ്ട് പറയും. സെറീന അടുത്ത വാടി എടുത്ത് ടേസ്റ്റ് പറഞ്ഞോ. അടിപൊളിയാ, ഫുഡ് അടിപൊളിയാ. Oh wow!